രാജൻ ജോസഫ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെക്കുറിച്ചും റിനി ആൻഡ് ജോർജ് എന്ന സിനിമാ താരത്തെക്കുറിച്ചും പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈബർ ആക്രമണമടക്കം നടത്തുന്നവരിൽ മുൻനിരയിൽ നിന്നവരാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് താൻ പ്രതി ചേർക്കപ്പെട്ട 3 ബലാത്സംഗ കേസുകളിലും കോടതികൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് അദ്ദേഹത്തിനെതിരായി രജിസ്റ്റർ ചെയ്ത 1ാമത്തെ ബലാത്സംഗ കേസിലാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു അനുകൂല വിധി രാഹുലിന് നൽകിയിട്ടുള്ളത്. 3 കേസുകളിലും രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധികളിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. രാഹുലിന് ഈ പരാതിക്കാരുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്നുവെങ്കിലും ഇവർ ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു ബലാത്സംഗം അവിടെ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ വിരളമാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം ലഭിച്ച് അദ്ദേഹത്തിന് പൊതുരംഗത്തേക്ക് തിരികെ വരുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ രാഹുൽ വേട്ടയ്ക്ക് മുന്നിട്ട് നിന്നിരുന്ന 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ റിനി ആൻഡ് ജോർജും രാജൻ ജോസഫും ഒളിവിലാണ് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. റിനി ആൻഡ് ജോർജ് യഥാർത്ഥത്തിൽ വളരെ ദിവസങ്ങളായി തന്നെ പൊതുരംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ്. റിനി ആൻഡ് ജോർജ് ഇത്തരത്തിൽ പ്രതിരോധത്തിലായതും രാഹുൽ വേട്ടയിൽ നിന്ന് പിൻവാങ്ങിയതും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ യുവ വനിതാ നേതാവായ ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയ ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. റിനി ആൻഡ് ജോർജ് എന്ന രാഹുലിനെതിരെ ഏറ്റവും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയ സിനിമാ താരം പല ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം വീഡിയോ കോളിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നുവെന്നും രാഹുലിനെ സീക്രട്ട് ചാറ്റിന് ടെലിഗ്രാമിലേക്ക് വരുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നുവെന്നുമുള്ള വെളിപ്പെടുത്തലാണ് ശ്രീനാദേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വെളിപ്പെടുത്തൽ മാത്രമല്ല, മറ്റൊരു വെല്ലുവിളിയും അവർ മുന്നോട്ട് വെച്ചു. റിനി ആൻഡ് ജോർജ് തൻ്റെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ താൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ പുറത്തുവിടുവാൻ തയ്യാറാണ് എന്ന വെല്ലുവിളിയാണ് ശ്രീനാദേവി ഉയർത്തിയത്. ഏതൊക്കെയാണെങ്കിലും ശ്രീനാദേവിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറാവാതെ റിനി ആൻഡ് ജോർജ് പയ്യെ മുങ്ങുകയായിരുന്നു, പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ശ്രീനാദേവി റിനി ആൻഡ് ജോർജിനെ കുറിച്ച് ഉയർത്തിയ ആരോപണങ്ങൾ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് രാജൻ ജോസഫ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെയായിരുന്നു. ശ്രീനാദേവിയുടെ സ്വഭാവശുദ്ധിയെ സംശയിച്ചുകൊണ്ടും റിനി ആൻഡ് ജോർജിൻ്റെ സ്വഭാവശുദ്ധിയെ മഹത്വവൽക്കരിച്ചുകൊണ്ടും നിരവധി വീഡിയോകളാണ് ഇതിനുശേഷം രാജൻ ജോസഫ് പുറത്തുവിട്ടത്. രാജൻ ജോസഫിനെ സംബന്ധിച്ച് ശ്രീനാദേവിയെ ഏറ്റവും മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്ന വീഡിയോകൾ അയാളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായപ്പോൾ ശ്രീനാദേവി വ്യക്തിപരമായും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം രാജനെതിരെ നിരവധി പരാതികളും നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇതുകൊണ്ടൊന്നും പിൻവാങ്ങുവാൻ തയ്യാറാകാതിരുന്ന രാജൻ ജോസഫ് ശ്രീനാദേവിയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് തുടർന്നപ്പോഴാണ് അവരുടെ സഹോദരൻ ഇയാളെ ഫോണിൽ ബന്ധപ്പെടുകയും അസഭ്യം പറയുകയും ചെയ്തത്. ഏതൊക്കെയാണെങ്കിലും ഈ തെറിവിളിയുടെ ചെറിയ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതിന് ശേഷം അതുൾപ്പെടെ പുറത്തു വിട്ടുകൊണ്ട് രാജൻ ജോസഫ് വീണ്ടും ശ്രീനാദേവിയെയും അവരുടെ കുടുംബത്തെയും ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ അവഹേളിക്കുന്ന വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട്. ശ്രീനാദേവിയുടെ പരാതിയെ തുടർന്ന് രാജൻ ജോസഫിനെതിരെ കേസെടുക്കുന്ന സാഹചര്യവും സംജാതമായി. ഏതൊക്കെയാണെങ്കിലും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ റിനിയെ പ്രതിരോധിക്കുന്ന രാജൻ ജോസഫും പിന്നീട് പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജൻ ജോസഫിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ നിന്നോ ഫേസ്ബുക്ക് പേജിൽ നിന്നോ അദ്ദേഹം സ്ഥിരമായി പരിപാടി അവതരിപ്പിച്ചിരുന്ന വൈറ്റ് സ്വാൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ നിന്നോ രാജൻ ജോസഫിൻ്റേതായ വീഡിയോകൾ പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജൻ ജോസഫിന് എന്ത് സംഭവിച്ചു എന്ന് നാം വിശദീകരിക്കണമെങ്കിൽ ആദ്യമായി ആരാണ് രാജൻ ജോസഫ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാജൻ ജോസഫ് വിദ്യാർത്ഥി കാലം മുതൽ തന്നെ SFIയിലൂടെ വളർന്നു വന്ന ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ CPM പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം CPMൻ്റെ അംഗമാകുകയും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ഒരു കാലഘട്ടവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. താൻ വിവാഹിതനായിരുന്നുവെന്നും തൻ്റെ വിവാഹബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായതും പൊട്ടിത്തെറികൾ ഉണ്ടായതും ഏറ്റവും ഒടുവിൽ അത് ഡിവോഴ്സിൽ കലാശിച്ചതുമെല്ലാം തൻ്റെ വ്യക്തിപരമായ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടായിരുന്നുവെന്നും രാജൻ ജോസഫ് തന്നെ പല വീഡിയോകളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജൻ ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അധപതനങ്ങൾക്ക് കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്ന മദ്യപാനശീലമായിരുന്നു അല്ലെങ്കിൽ മദ്യാസക്തിയായിരുന്നുവെന്നും പലരും ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാജൻ ജോസഫ് ഒരു ആൽക്കഹോളിക് ആയിരുന്നുവെന്നും പല ഘട്ടത്തിലും അതിനെ അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് തേടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നുവെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും രാജൻ ജോസഫ് ഇങ്ങനെ പൊതുമധ്യത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് അഭയം പ്രാപിച്ചതുകൊണ്ടാണോ എന്ന സ്വാഭാവികമായ സംശയവും അതിനാൽ തന്നെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്.
രാജൻ ജോസഫിൻ്റെ പല കണ്ടൻറ്റുകളിലും പലപ്പോഴും നിലവിട്ട് മാധ്യമധർമ്മത്തിന് നിരക്കാത്ത രീതിയിൽ, സാമൂഹ്യ ബോധത്തിന് നിരക്കാത്ത രീതിയിലുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇത് ആർക്കെതിരെയാണോ പറയുന്നത് അവരുടെ രാഷ്ട്രീയ എതിരാളികളെല്ലാം ഇത്തരം വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് രാജൻ ജോസഫിനെ കേരളത്തിന് പരിചിത മുഖമാക്കി തീർക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. എന്നാൽ രാജൻ ജോസഫിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നാം കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. അത് ഇന്നത്തെ സമകാലീന രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമല്ല, നേരെ മറിച്ച് ഈ സംസ്ഥാനം രൂപീകൃതമായ അന്നു മുതൽ ഇന്നു വരെയുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടിയും ആധികാരികതയോടുകൂടിയും സംസാരിക്കുവാൻ കഴിവും പ്രാപ്തിയും അതിനെക്കുറിച്ച് ജ്ഞാനവുമുള്ള ഒരു വ്യക്തി തന്നെയാണ് രാജൻ ജോസഫ്. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന പല മാധ്യമ പ്രവർത്തകരെക്കാളും വലിയ രാഷ്ട്രീയ അവബോധവും രാഷ്ട്രീയ ജ്ഞാനവും ഉൾക്കാഴ്ചകളും അനുഭവ കഥകളും രാജൻ ജോസഫിന് പറയാനുമുണ്ട്. കൃത്യമായി രാഷ്ട്രീയ രംഗത്ത് ഇടത് വലത് BJP പാളയങ്ങളിൽ രാജൻ ജോസഫിന് വാർത്ത എത്തിച്ചു കൊടുക്കുന്ന സോഴ്സുകളും സജീവമാണ്. എന്നാൽ പലപ്പോഴും രാജൻ ജോസഫിന് തിരിച്ചടിയാവാറുള്ളത് അദ്ദേഹത്തിൻ്റെ അതിര് കടന്ന നാവാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എനിക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ അതിര് കടന്ന പദപ്രയോഗങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങളിലേക്ക് രാജൻ ജോസഫിനെ നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണോ അതോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയിരുന്ന ലഹരിയാണോ എന്ന സംശയമാണ്. ഇത്തരം ഒരു ലഹരിയുടെ അടിമയായി രാജൻ ജോസഫ് മാറാതിരുന്നാൽ അദ്ദേഹത്തിന് തീർച്ചയായും നല്ലൊരു മാധ്യമ പ്രവർത്തകനായി മാറുവാൻ കഴിയും എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അത്രമാത്രം ആധികാരികമായും നിഷ്പക്ഷമായും രാഷ്ട്രീയത്തെ വിലയിരുത്തുവാനുള്ള ഒരു കണ്ടന്റ് അദ്ദേഹത്തിനുള്ളിലുണ്ട്. എന്നാൽ ഈ കണ്ടന്റിൻ്റെ ക്വാളിറ്റിയിൽ നിന്ന് വ്യതിചലിച്ച് പലപ്പോഴും ഏകപക്ഷീയമായി എതിരാളികളെ അടിച്ചമർത്തുന്ന ശൈലിയിൽ അവർക്കെതിരെ ശാപവചനങ്ങൾ ചൊരിയുന്നത് പോലെ നിന്ദ പുറത്തുവിടുന്ന ഒരു നാവായി രാജൻ ജോസഫിൻ്റെ നാവ് മാറിയതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഉന്മാദ അവസ്ഥയാണ്. പലപ്പോഴും ഈ ഉന്മാദത്തിൻ്റെ തലങ്ങളിലേക്ക്, വൈരാഗ്യബോധത്തിൻ്റെ ഏറ്റവും നീചമായ ഭാവങ്ങളിലേക്ക് രാജൻ ജോസഫിനെ തള്ളിവിട്ടിരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മദ്യാസക്തി തന്നെയായിരിക്കാം. ഇപ്പോഴും രാജൻ ജോസഫ് 10 ദിവസമായി മാറി നിൽക്കുന്നത് നമുക്ക് ഗുണപരമായ ഒരു കാര്യമാണ് എന്ന് പറയുക വയ്യ. തീർച്ചയായും ഒരു നിഷ്പക്ഷനായ മാധ്യമപ്രവർത്തകനായി ലഹരിയുടെ സ്വാധീനമില്ലാതെ അദ്ദേഹം ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് തിരികെ എത്തിയാൽ അത് നമുക്ക് സമ്മാനിക്കുക ഒരു നല്ല മാധ്യമപ്രവർത്തകനെ തന്നെയായിരിക്കും. അതിനാൽ തന്നെ വഴിതെറ്റിപ്പോകാതെ അദ്ദേഹത്തെ തിരികെ പിടിക്കുവാനും നല്ലൊരു ജീവിതത്തിലേക്ക് അയാളെ കൊണ്ടുവരുവാനുമുള്ള ഉത്തരവാദിത്തം അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരിൽ നിക്ഷിപ്തമാണ്. രാജൻ ജോസഫിനെ കേവലമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ എതിരാളികളെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ഒരു ടൂളായും ഉപയോഗിക്കുന്നതിന് പകരം ആരെങ്കിലും അയാൾ എന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അയാളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നേർവഴിക്ക് രാജൻ ജോസഫ് എന്ന വ്യക്തിത്വത്തെ നയിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, അയാൾ ഒരു നല്ല മാധ്യമ പ്രവർത്തകനായി തീരും, അയാൾ ഒരു നല്ല രാഷ്ട്രീയ നിരീക്ഷകനായി തീരും. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. പൊതുരംഗത്തേക്ക് തിരികെ വരുവാനുള്ള സാഹചര്യം അയാൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ രാഹുലിനെ മുന്നിൽ നിന്ന് വേട്ടയാടിയ പലരും തങ്ങളുടെ വ്യക്തിപരമായ കാരണങ്ങളാലും തങ്ങളുടെ വ്യക്തിപരമായ പോരായ്മകളാലും പൊതുരംഗത്ത് നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപരമായ ജീവിതത്തിൽ പല ധാർമ്മിക മൂല്യച്യുതികളും സംഭവിച്ചിട്ടുണ്ട്. രാഹുലിനെ പോലെ തന്നെ രാഹുലിനെതിരെ വാളെടുത്ത പലർക്കും വ്യക്തിജീവിതത്തിൽ നിരവധി അനവധി പോരായ്മകളുണ്ട്, മൂല്യച്യുതികൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരെയും വിധി എഴുതുവാൻ നിൽക്കാതെ, ആരെയും ഒരു പരിധിക്ക് മേൽ അധിക്ഷേപിക്കുവാൻ നിൽക്കാതെ, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടെടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ആത്മപരിശോധന നടത്തി തെറ്റുകൾ തിരുത്തി ഇവർക്കെല്ലാവർക്കും പൊതുരംഗത്തേക്ക് തിരികെ വരുവാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർക്കെല്ലാവർക്കും പൊതുരംഗത്ത് അവരുടേതായ കഴിവുകളുണ്ട്, വ്യക്തിപരമായ മേന്മകളുണ്ട്, അവരുടേതായ സ്പേസുകളുണ്ട്. ആ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റാരുടെയും ജീവിതത്തിലേക്ക് ഒരു പരിധി കടന്നുള്ള കടന്നാക്രമണങ്ങൾക്ക് മുതിരാതിരിക്കുക എന്നതാണ് രാജൻ ജോസഫിനും റിനി ആനിനും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന പാഠങ്ങൾ. ഈ രാഷ്ട്രീയ ചിന്തകളും ഈ സാമൂഹ്യ ചിന്തകളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.